ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചെറുതായി ചൂടാവുന്ന സമയത്ത് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവുന്നതാണ്. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസായി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ കിട്ടൂ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് 2 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ സമയം കൊണ്ട് കോളിഫ്ലവർ എല്ലാം വെന്ത് കിട്ടും. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ എല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് ഇത് വെക്കണം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടിയാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടിയാണ്. അത് ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് 1 കപ്പ് അളവിൽ കോൺഫ്ലവർ കൂടിയാണ്. അതിനുശേഷം അതിനാവശ്യമായ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. കോളിഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മസാലകളൊക്കെ നന്നായിട്ട് കോളിഫ്ലവറിൽ പിടിക്കാനാണ് 30 മിനിറ്റ് വെക്കുന്നത്. ഇങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ. കോളിഫ്ലവർ ഓയിലിൽ ഇടുന്ന സമയത്ത് ഓയിൽ നന്നായി ചൂടായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഇത്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.